ഈ ദുനിയാവിൽ മനുഷ്യർ നൽകുന്ന ചില ശ്രേഷ്ഠതകളുണ്ട്. അത് സമ്പത്തിൻ്റെ പേരിലാവാം, അവൻ്റെ ചുറ്റിലുമുള്ള അധികാര പരിധിയുടെ വിഷയത്തിലാവാം, അവൻ്റെ കുടുംബ മഹിമയുടെയോ നിറത്തിൻ്റെയോ വംശത്തിൻ്റെയോ ഒക്കെ പേരിൽ മനുഷ്യർ പരസ്പരം ശ്രേഷ്ഠതകൾ പകർന്നു കൊടുക്കാറുണ്ട്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിലെ ഇത്തരത്തിലുള്ള ഭൗതിക സാഹചര്യങ്ങളെയെല്ലാം റദ്ദു ചെയ്തുകൊണ്ട് ആരാണ് ഏറ്റവും ഉന്നതൻ, മനുഷ്യരുടെ കൂട്ടത്തിൽ ആരാണ് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ളവൻ എന്ന് കൃത്യമായി വിശുദ്ധ ഖുർആനും സുന്നത്തും നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സൂറത്തുൽ ഗുജറാത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ഒരു ആണിൽ നിന്നും പെണ്ണിൽ നിന്നും സൃഷ്ടിക്കുകയും പിന്നീട് നിങ്ങളെ ഒരുപാട് ഗോത്രങ്ങളാക്കി വംശങ്ങളാക്കി മാറ്റിയത് നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർത്ത് വെക്കുന്നുണ്ട്, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളവൻ സമ്പത്തിന്റെ പേരിലോ അധികാര സീമകളുള്ളവനോ ആരോഗ്യമുള്ളവനോ സൗന്ദര്യമുള്ളവനോ അല്ല. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഉത്തമനായിട്ടുള്ളവൻ, ശ്രേഷ്ഠനായിട്ടുള്ളവൻ, ആദരണീയനായിട്ടുള്ളവൻ എന്നത് അള്ളാഹുവിനോട് ഏറ്റവും അടുത്തവനാകുന്നു. തഖ്വ ജീവിതത്തിൽ പാലിക്കുന്നവനാണ് ഏറ്റവും ശ്രേഷ്ഠൻ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു വെക്കുമ്പോൾ ആ ഒരു ശ്രേഷ്ഠതയിലേക്കാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും എത്തിപ്പെടേണ്ടത്. ദുനിയാവിൽ മനുഷ്യർ പലതും കൽപ്പിച്ചു നൽകിയേക്കാം. സമ്പത്തിന്റെ വിഷയത്തിൽ ഒരുപക്ഷെ അയാളെ ശ്രേഷ്ഠനായി കണക്കാക്കിയേക്കാം. അയാളുടെ അധികാരം കൊണ്ട് അയാൾക്ക് ചെയ്യാവുന്നത് ചെയ്യുമ്പോൾ അതൊരു പക്ഷേ മനുഷ്യർ ശ്രേഷ്ഠതയുടെ അടയാളമായി കണ്ടേക്കാം. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അവന്റെ ഹൃദയത്തിലുള്ള തെക്കുവ കൊണ്ടാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഒരാൾ ശ്രേഷ്ഠനാവുക എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ചില സാഹചര്യങ്ങളെ, ചില സ്വഭാവങ്ങളെ, ചില മനുഷ്യരെ, അവന്റെ ജീവിതത്തിലെ ചില ഗുണങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. അവർ ശ്രേഷ്ഠരായവരാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂചിപ്പിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മനുഷ്യരിലെ ദുഷിച്ച ആളുകളെ കുറിച്ചാണ്. ആ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്നാണ്. എന്നാൽ അതിൻ്റെ കൂടെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യരിലെ ഉത്തമൻ എന്ന് പറഞ്ഞാൽ അത് ഇന്ന ആളുകളാണ്. അറാബിയായൊരു മനുഷ്യൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് അയ്യുന്നാസി ഖൈർ, ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമൻ ആരാ? ഈ ചോദ്യത്തിന്റെ പിന്നിലുള്ളത് എന്തെന്ന് ചോദിച്ചാൽ ആ ഉത്തമൻ ആരാണോ ആ സ്വഭാവം എനിക്ക് നേടിയെടുക്കണമെന്ന താല്പര്യം കൊണ്ടാണ് ഈ ചോദ്യം ഉണ്ടാകുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ഒരു 5-8 പോയിന്റുകൾ സംസാരിക്കും. അത് നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്തേണ്ടതാണ്. ഈ അറാബിയുടെ ചോദ്യത്തിന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന ഉത്തരം, ചോദ്യം എന്താണ്? മനുഷ്യരിലെ ഏറ്റവും ഉത്തമനാരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്നത് മൻ താല ഉംറുഹു, ആയുസ് നീട്ടിക്കിട്ടിയവനാണ്, വഹസുന അമലുഹു, ആ നീട്ടിക്കിട്ടിയ ആയുസിൽ അമല് പ്രവർത്തിച്ചവനാണ്. അവൻ ആയുസ് പടച്ച റബ്ബ് കൊടുത്തു, നീട്ടിക്കൊടുത്തു. ആ നീട്ടിക്കൊടുത്ത ആയുസ് മുഴുവൻ റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിച്ചവരാണ്. അവരെ കുറിച്ച് ജനങ്ങളിലെ ഏറ്റവും ഉത്തമരായ മനുഷ്യരെന്ന് പറഞ്ഞു. ഈ ഉമ്മത്തിന്റെ ശരാശരി ആയുസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത് മാബൈന സിത്തീന വസബഈന എന്നാണ്. 60-നും 70-നും കിടക്കുന്ന ഈ സംസാരം കേൾക്കുന്ന അള്ളാഹുവിന്റെ ഈ ഭവനത്തിൽ പോലും 70 കഴിഞ്ഞ ആളുകളുണ്ട്. അവരാലോചിക്കേണ്ടത്, എനിക്ക് പടച്ച റബ്ബ് തന്ന എൻ്റെ ആയുസ്, എൻ്റെ കൂടെയുള്ളവർ, കൂടെ പഠിച്ചവർ മരണപ്പെട്ടു പോയിട്ടുണ്ട്. എൻ്റെ അനിയന്മാർ, എൻ്റെ മക്കൾ, എൻ്റെ പരിചയത്തിലുള്ളവർ, അയൽവാസികൾ, എൻ്റെ സുഹൃത്ത് വലയത്തിലുള്ള പലരും, എൻ്റെ കൂടെയുണ്ടായിരുന്ന പലരും ഇന്നില്ല. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് എനിക്ക് പടച്ച റബ്ബ് തന്ന ആയുസ് കൊണ്ട് അവൻ്റെ ഭവനത്തിൽ ഇരുന്ന് കുത്തുബ കേൾക്കാനുള്ള സൗകര്യം, തൗഫീക്ക് പടച്ച റബ്ബ് തന്നു. ഇത് വലിയൊരു അനുഗ്രഹമാണ്. ഈ അനുഗ്രഹത്തെ നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയണം. ഇതല്ലാതെ ജീവിതത്തിന്റെ വ്യത്യസ്ത പ്രായദശകളിലൂടെ കടന്നുപോയിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, പടച്ച റബ്ബ് എനിക്ക് തരുന്ന ആയുസിൽ പരമാവധി നന്മകൾ എൻ്റെ ജീവിതത്തിലേക്ക് ചേർത്തു നിർത്തണമെന്നാണ്. നന്മകൾ എന്ന് പറഞ്ഞാൽ അതൊരു വിശ്വാസിയുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകുന്ന
ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുന്നത് മുതൽ, അവൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, അവൻ അങ്ങാടിയിൽ വെച്ച് ഒരാളെ കാണുമ്പോൾ, അവൻ പള്ളിയിലേക്ക് അവന്റെ വലതുകാല് വെച്ച് കയറുമ്പോൾ, അവൻ തുമ്മുമ്പോൾ, അവനൊരു കയറ്റം കയറുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ, അവന്റെ പ്രാഥമിക ആവശ്യത്തിന് വേണ്ടി അവൻ ടോയ്ലറ്റിലേക്ക് പോകുമ്പോൾ, എല്ലായിടത്തും നന്മകൾ ചേർത്തു നിർത്താൻ ഒരു വിശ്വാസിക്ക് കഴിയണമെങ്കിൽ അവൻ മനുഷ്യരിലെ ഏറ്റവും ഉത്തമനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബാക്കളുടെ ചരിത്രം പരിശോധിച്ചാൽ അറിയാൻ കഴിയും. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കൾ തിങ്ങി നിൽക്കുന്ന ഒരു സദസ്സിൽ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. മൻ അസ്ബഹ മിൻകുമുൽ യൗമ സോഇമ. സ്വഹാബാക്കളെ, ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും നോമ്പുകാരായി ഇവിടെയുണ്ടോ? സ്വഹാബികളുടെ കൂട്ടത്തിൽ നിന്ന് ചിലരൊക്കെ കൈകൾ ഉയർത്തി, ഉണ്ട് റസൂലെ, അനയാ റസൂലുള്ളാഹി എന്ന് പലരും പറഞ്ഞു. ആ കൂട്ടത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത്തെ ചോദ്യം ചോദിക്കുന്നുണ്ട്. ഫമൻ തബിഅ മിൻകുമുൽ യൗമ ജനാസ. ഒരു ജനാസയെ പിന്തുടർന്ന ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? ചില ആളുകളൊക്കെ പറഞ്ഞു, പ്രവാചകരെ ഉണ്ട്. ആ കൂട്ടത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്. മൂന്നാമത്തെ ചോദ്യം അവിടുന്ന് ചോദിക്കുന്നത്, മൻ ഫമൻ അത്അമ മിൻകുമുൽ യൗമ മിസ്കീന. ഒരു പാവപ്പെട്ടവന്, ഒരു മിസ്കീനിന്, ഒരു സാധുവിന് ഭക്ഷണം കൊടുത്ത ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? ആ കൂട്ടത്തിലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ ചോദ്യം ചോദിക്കുന്നുണ്ട്. ഫമൻ ആദ മിൻകുമുൽ യൗമ മരീള. ഒരു രോഗിയെ സന്ദർശിച്ചവരുണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ ഇന്ന്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, പ്രവാചകരെ, അന. ഈ 4 ചോദ്യങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുമ്പോഴും പ്രവാചകരെ ഞാനുണ്ട് എന്ന് ഉത്തരം പറയാൻ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ പ്രാപ്തനാക്കിയത് തന്റെ ജീവിതത്തിലെ സന്ദർഭങ്ങളിലെല്ലാം, കിട്ടുന്ന അവസരങ്ങളിലെല്ലാം നന്മകൾ ചേർത്തു നിർത്താനുള്ളൊരു ശ്രദ്ധ ജീവിതത്തിൽ ഉണ്ടായതുകൊണ്ടാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, മാ ഇജ്തമഅന ഫീ ഇംറിഇൻ. ഈ കാര്യങ്ങളൊക്കെ ഒരു മനുഷ്യനിൽ ഒത്തുചേർന്നാൽ, ഈ പറഞ്ഞ 4 കാര്യങ്ങൾ ഒരു മനുഷ്യനിൽ ഒത്തുചേർന്നാൽ, ഏതൊക്കെയാണ് 4 കാര്യം? അവൻ നോമ്പുകാരനാണ്, അവൻ ഒരു ജനാസയെ പിന്തുടർന്നിട്ടുണ്ട്, അവൻ ഒരു സാധുവിന് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഒരു രോഗിയെ സന്ദർശിച്ചിട്ടുണ്ട്. ഒരു ദിവസം ഒരു വിശ്വാസിയിൽ ഇത് ഒത്തുചേർന്നു വന്നാൽ ഇല്ലാ ദഖലൽ ജന്ന, സ്വർഗമല്ലാതെ മറ്റൊന്നുമില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ചത് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമുക്ക് പാഠമാണ് നമ്മുടെ ജീവിതത്തിൽ പരമാവധി നന്മകൾ ചേർത്തു നിർത്താൻ വേണ്ടി. ഈ നന്മകൾ ചേർത്തു നിർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും വിശുദ്ധ ഖുർആൻ മറിക്കുന്നവരായി നമ്മൾ മാറും. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നു, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ എന്ന് പറഞ്ഞാൽ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ നിങ്ങളിൽ ഏറ്റവും ഉത്തമനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഉത്തമരായ മനുഷ്യരെ കുറിച്ച് പറഞ്ഞു വെക്കുമ്പോൾ, ഇവിടെ ഇരുന്ന് ഞാനും നിങ്ങളും ആലോചിക്കേണ്ടത് എൻ്റെ ഖുർആനുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ച്. ഓരോരുത്തരും ആലോചിക്കുക, ഞാനും ഖുർആനുമായി എന്തു ബന്ധമാണുള്ളത്? ഖുർആൻ പഠിക്കാൻ ഞാൻ തയ്യാറായിട്ടുണ്ടോ? എത്ര സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എത്ര സാഹചര്യങ്ങൾ. വിശുദ്ധ ഖുർആനിന്റെ അർത്ഥതലങ്ങളിലേക്ക്, ആശയതലങ്ങളിലേക്ക് ഇറങ്ങാൻ നമ്മുടെ നാടുകളിൽ എന്തൊക്കെ സംവിധാനങ്ങളുണ്ട്. SLRCകളുണ്ട്, എത്രയോ മഹല്ലുകളിൽ വ്യവസ്ഥാപിതമായി QHLS ഖുർആൻ ഹദീസ് ലേണിംഗ് ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. ഇവിടേക്കൊക്കെ എന്തു തടസ്സമാണ് നമുക്കുള്ളത്? ആഴ്ചയിൽ ഒരു അരമണിക്കൂർ ചെലവഴിക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ ഖൈർ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ നമ്മൾ എങ്ങനെ പെടും? മൻ തഅല്ലമൽ ഖുർആന, ഖുർആൻ പഠിപ്പിക്കുന്നവരെന്ന് പറയുമ്പോൾ അത് ഉസ്താദുമാർക്കുള്ളതാണ്, അത് ഹിഫ്ദ് കോളേജിൽ അധ്യാപകർക്കുള്ളതാണ് എന്നതല്ല. നമ്മുടെ മക്കളെ പിടിച്ചിരുത്തിയിട്ട് സൂറത്തുൽ ഫാത്തിഹ ഓതിക്കൊടുത്ത് അവന് പഠിപ്പിച്ചു കൊടുത്താൽ ആ ദർജയിൽ നമ്മൾ എത്തില്ലേ കൂട്ടരെ? നമ്മൾ അതിന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ മക്കളെ വിശുദ്ധ ഖുർആൻ പഠിക്കുന്നവരാക്കി മാറ്റാൻ, പോട്ടെ സ്വയം പഠിക്കുന്നവരായി മാറാൻ, നമ്മുടെ വീടുകളിൽ ഖുർആനിന്റെ ഒരു അന്തരീക്ഷം കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചാൽ, അത് പഠിക്കുകയും അത് പരസ്പരം ഉപദേശിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരായി നമ്മൾ മാറിയാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിച്ച ഉത്തമരായ മനുഷ്യരുടെ കൂട്ടത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഉണ്ടാകുമെന്നാണ്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാമതായിട്ട് സംസാരിക്കുന്നുണ്ട്, ലാ യഹില്ലു ലിറജുലിൻ അൻ യഹ്ജുറ അഖാഹു ഫൗക 3 ലയാൽ. ഒരാൾക്ക് മറ്റൊരാളോട് 3 ദിവസത്തിലധികം പിണങ്ങി നിൽക്കാൻ പാടില്ല. അത് അനുവദനീയമല്ല, അത് ഹലാലല്ല. 3 ദിവസത്തിലപ്പുറവും പിണങ്ങി നിൽക്കുക ഒരു വിശ്വാസിക്കുണ്ടാകാൻ പാടില്ല. ഈ ഹദീസ് ഇങ്ങനെ പറയുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ തലകൊണ്ട്
ഒരു ആംഗ്യം കാണിച്ചു കൊടുക്കുന്നുണ്ട് സ്വഹാബാക്കൾക്ക്. യൽതഖിയാനി ഫയുഗ്രിദു ഹാദാ ഫയുഗ്രിദു ഹാദാ. തല ഇങ്ങനെ വെട്ടിത്തിരിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ സംസാരിക്കുക. അവർ പരസ്പരം കണ്ടുമുട്ടിയാൽ അവരെ തല തിരിച്ചു കളയും. പള്ളിയിൽ വന്നിട്ട് തിരിച്ചിറങ്ങി ചെരുപ്പിടുന്ന സമയത്താണ് മറ്റേ ആളുടെ പിണങ്ങി നിൽക്കുന്ന സുഹൃത്തിന്റെ അടുത്തെത്തിയത്. ഫയുഗ്രിദു ഹാദാ, തിരിഞ്ഞു കളഞ്ഞു. ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാൻ ഇരുന്നപ്പോഴാണ് അവനെ കണ്ടത്, തിരിഞ്ഞു കളഞ്ഞു. ഒരു കല്യാണ വീട്ടിൽ ചെന്നപ്പോ അവനെ കണ്ടു. ആരെ? 3 വർഷമായിട്ട് പിണങ്ങി നിൽക്കുന്നവനെ കണ്ടു, തിരിഞ്ഞു കളഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നത് എന്തെന്നറിയോ? വഖൈറുഹുമാ അല്ലദി യബ്ദഉ ബിസ്സലാം. അവരെ കൂട്ടത്തിൽ ഉത്തമൻ എന്ന് പറഞ്ഞാൽ അല്ലദി യബ്ദഉ ബിസ്സലാം, സലാം കൊണ്ട് തുടങ്ങുന്നവൻ ആരാണോ അവനാണ് ഉത്തമൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിതത്തിൽ പിണക്കങ്ങൾ ഉണ്ടാവും, സ്വാഭാവികമാണ്, മനുഷ്യരാണ്. ചില സമയത്ത് ചില ദേഷ്യം ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിലൂടെ ചിലപ്പോൾ പിണക്കങ്ങൾ ഉണ്ടാകേണ്ടി വന്നേക്കാം. 3 ദിവസത്തിനപ്പുറം കൊണ്ടുപോകാൻ ഒരു വിശ്വാസിക്ക് പാടില്ല. ഈ 3 ദിവസത്തിനപ്പുറം കൊണ്ടുപോയാലുള്ള ഒരു പ്രശ്നം എന്താ അറിയോ? പ്രയാസം. അതിങ്ങനെ പോയി 1 മാസമായി, 1 വർഷമായി, പിന്നെ കഴിയില്ല. മനസ്സിന്റെ ഉള്ളിൽ പോലും ചിലപ്പോൾ ദേഷ്യം ഉണ്ടാവില്ല, പക്ഷെ മിണ്ടാൻ കഴിയില്ല. അതാ ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഫയുഗ്രിദു ഹാദാ ഫയുഗ്രിദു ഹാദാ, തിരിഞ്ഞു കളയും. ആ എന്ത് കാരണത്താലാണോ പിണക്കമുണ്ടായത്, ആ പിണക്കത്തിന്റെ സാഹചര്യങ്ങളൊക്കെ മാറിപ്പോയിട്ടുണ്ട്. ഒരു പ്രശ്നമല്ല. മകളെ വിവാഹത്തിന്റെ സമയത്താ പിണക്കുണ്ടായത്. മകൾക്ക് മക്കളായിപ്പോ ആ മക്കളെ സ്കൂളിൽ ചേർത്തേണ്ട സമയമായി. എന്തിന്റെ വിഷയത്തിൽ ആ പ്രശ്നമുണ്ടായത് പരിഹരിക്കപ്പെട്ടു. ഈ 2 ഉപ്പമാർക്ക് തമ്മിൽ മിണ്ടാൻ കഴിഞ്ഞിട്ടില്ല 12 വർഷമായിട്ട്. പ്രിയപ്പെട്ടവരെ, അവിടെ ഒരു ഹൈറുമില്ല. ആർക്കാ ഹൈറുണ്ടാവുമെന്നറിയോ? അസ്സലാമു അലൈക്കും എന്ന് ആത്മാർത്ഥമായി കടന്നു ചെന്നു പറയാൻ ആർക്ക് കഴിഞ്ഞോ? അവൻ പിശാചിനെ ധിക്കരിച്ചുകൊണ്ട്, പിശാചിന്റെ പിടുത്തത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട്, അവന്റെ ഹൃദയത്തിലെ അഹങ്കാരത്തെ വലിച്ചെറിഞ്ഞുകൊണ്ട്, അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള വിദ്വേഷത്തെ പറിച്ചെറിഞ്ഞുകൊണ്ട് അസ്സലാമു അലൈക്കും എന്നൊരു വാക്കു പറയാൻ ആർക്ക് കഴിഞ്ഞുവോ അവൻ ഉത്തമനാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുക, ഇവിടെ ഇരുന്ന് ആലോചിക്കുക. എന്തു കാരണമാവട്ടെ, അസ്സലാമു അലൈക്കും എന്ന് പറയാനൊക്കെ ആയാൽ ഏറ്റവും ഹൈറുള്ളവരായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകുമെന്നാണ്. അവിടെ ഇന്ന മൂത്ത ആളല്ലേ, പ്രായം കൂടിയ ആളല്ലേ, അല്ലെങ്കിൽ അവൻ ചെറുപ്പക്കാരനല്ലേ, അവൻ എന്നോട് ചെയ്തതല്ലേ എന്നൊന്നുമല്ല ഹദീസിൽ പറഞ്ഞത്. ആര് സലാം കൊണ്ട് തുടങ്ങിയോന്നാണ്. അതുകൊണ്ട് ജീവിതത്തിൽ പിണക്കങ്ങളുണ്ടെങ്കിൽ സലാം കൊണ്ട് പിണക്കം മാറ്റാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണം. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബജീവിതത്തിലേക്ക് വന്നു നിൽക്കുന്നു. ഖൈറുക്കും ലി അഹ്ലിഹി, നിങ്ങളുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠരായവർ, ഉത്തമരായവർ എന്ന് പറഞ്ഞാൽ ഖൈറുക്കും ലി അഹ്ലിഹി, കുടുംബത്തോട് ഏറ്റവും ഹൈറായി പെരുമാറുന്നവനാണ്. ഈ അഹ്ലി എന്ന് പറഞ്ഞാൽ കുടുംബം എന്ന് തന്നെയാണല്ലോ. ഈ ഒരു ഹദീസിന്റെ വിശദീകരണത്തിൽ കാണാൻ കഴിയും. അത് ഭാര്യയും ഉമ്മയും സ്വന്തം വീട്ടിലുള്ള ആളുകളോടാണ്. ചില ആളുകള് നാട്ടിലൊക്കെ എല്ലാവർക്കും സുസമ്മതനായിരിക്കും, നാട്ടുകാരുടെ പ്രശ്നത്തിൽ ഇടപെടാൻ കഴിയും, പള്ളിയുമായി ബന്ധപ്പെട്ടത്, ബിസിനസ് സ്ഥാപനവുമായി ബന്ധപ്പെട്ടത്, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരിക്കും, അല്ലെങ്കിൽ ആ രൂപത്തിൽ അഭിനയിക്കാൻ ആ മനുഷ്യന് കഴിയും. വീട്ടിലേക്ക് എത്തുമ്പോൾ മുഖം മൂടികളൊക്കെ വലിച്ചെറിഞ്ഞ് സ്വന്തം സ്വഭാവം പുറത്തെടുക്കുമ്പോൾ ഭാര്യയോട് കയർത്ത് സംസാരിക്കുന്നു, ഉമ്മയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നു, മക്കളോട് സ്നേഹത്തോടു കൂടി ചേർത്ത് നിർത്താൻ കഴിയുന്നില്ലെങ്കിൽ ഹൈറില്ലെന്നാണ്. പ്രിയപ്പെട്ടവരെ, ഹൈറില്ലെന്നാണ്. നമ്മുടെ ഹൈർ തീരുമാനിക്കേണ്ടത്, അത് സർട്ടിഫൈ ചെയ്തു തരേണ്ടത് വീട്ടുകാരാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്ത് പറയുന്നുണ്ട്, അന ഖൈറുക്കും ലി അഹ്ലി, നിങ്ങളുടെ കൂട്ടത്തിൽ ഞാനേ എൻ്റെ കുടുംബത്തോട് ഏറ്റവും മാന്യമായി നിൽക്കുന്നവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഭാര്യമാരെ അവരെ അടുക്കളയിൽ സഹായിക്കുന്ന, അവരെ ശകാരിക്കാത്ത, അവരെ കുറ്റപ്പെടുത്താത്ത, അവരെ ചേർത്തു നിർത്തുന്ന, അവർക്ക് ഉപദേശം നൽകുന്ന, അവരോട് കളിചിരി തമാശകളിൽ ഏർപ്പെടാൻ സമയം കണ്ടെത്തുന്ന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് കാണാൻ കഴിയും. നമ്മളും അതുപോലെയായി മാറാൻ കഴിഞ്ഞാൽ ഖൈറുക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൂട്ടത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഉണ്ടാകുമെന്ന്. ഇതൊരു വലിയ സൽസ്വഭാവമാണ്, ഒരു വിശ്വാസിക്കുണ്ടാവേണ്ടുന്ന ഗുണമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്ത് പറയുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട് ഒരു മനുഷ്യൻ ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, അയ്യുൽ മുഅ്മിനീന അഫ്ളൽ, മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ആരാ പ്രവാചകരെ അഫ്ളലായിട്ടുള്ളവൻ, ശ്രേഷ്ഠനായിട്ടുള്ളവൻ ആരാ, ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ളവൻ ആരാ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുന്നവനാണ് എന്നല്ല പറഞ്ഞത്, സക്കാത്ത് കൊടുത്തു വീട്ടുന്നവനാണ് എന്നല്ല പറഞ്ഞത്, ഹജ്ജ് ചെയ്തവനോ ഉംറ ചെയ്തവനോ നോമ്പെടുക്കുന്നവനോ സുന്നത്ത് നോമ്പെടുക്കുന്നവനോ എന്നൊന്നുമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇതൊക്കെ ശ്രേഷ്ഠതയുടെ അടയാളങ്ങളാണ്.
പക്ഷെ ആ സാഹചര്യത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്തെന്നറിയോ? അഹ്സനുഹും ഖുലുഖാ, അഹ്സനുഹും ഖുലുഖാ. സൽസ്വഭാവം, ഏറ്റവും സൽസ്വഭാവം ആർക്കുണ്ടോ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അവനാണ് ശ്രേഷ്ഠതയുള്ളത്. നമസ്കരിക്കുന്നുണ്ട്, ശരി, സൽസ്വഭാവമില്ല. നോമ്പുകാരനാണ്, സ്വഭാവം ശരിയല്ല. ഹജ്ജിന് പോയിട്ടുണ്ട്, 1 അല്ല 3 പോയിട്ടുണ്ട്, പക്ഷേ സ്വഭാവം ശരിയല്ല, ഇടപാടുകൾ ശരിയല്ല. പ്രിയപ്പെട്ടവരെ, ഏറ്റവും സൽസ്വഭാവിയായ ആരുണ്ടോ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠൻ സ്വഭാവം നന്നാക്കിയവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെക്കുമ്പോൾ, മറ്റൊരു ഹദീദിനെ കണക്ട് ചെയ്തു പറഞ്ഞാൽ ഹബീബിന സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നുണ്ട് മറ്റൊരു ഹദീദിൽ, സ്വഭാവം നന്നാക്കിയവന് സ്വർഗത്തിലൊരു വീടുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മളൊരു പ്രാർത്ഥനയെ കുറിച്ച് പഠിച്ചുവല്ലോ. സ്വഭാവം നന്നാക്കാനുള്ള പ്രാർത്ഥനയാണ്. ഇന്നും ആ പ്രാർത്ഥന നമ്മുടെ പുറത്ത് നോട്ടീസ് ബോർഡിലുണ്ട്. 2 പ്രാർത്ഥനയുണ്ട് സ്വഭാവം നന്നാക്കാൻ. അത് നമ്മൾ ഫോട്ടോ എടുത്ത് പഠിക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ തയ്യാറാവണം. അള്ളാഹുവിൻ്റെ ഒരു തൗഫീക്കും നമ്മുടെ സ്വഭാവം നന്നാകുന്നിടത്തുണ്ട് എന്നാണ്. അത് അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. അതേപോലെ തന്നെ ഈ സൽസ്വഭാവം ഒരു മനുഷ്യനിൽ ഉണ്ടായാൽ അത് അവൻ്റെ ജീവിതത്തിൽ മുഴുവനായി നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ കാണാൻ കഴിയും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ല മനുഷ്യരെ ഞാൻ പറഞ്ഞു തരട്ടെയോ? അവിടുന്ന് ചോദിക്കുകയാണ്, അലാ ഉനബ്ബിഉകും ബിഖിയാരിക്കും, നിങ്ങളിലെ ഏറ്റവും നല്ല ആളുകളെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? സ്വഹാബാക്കൾ പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, പ്രവാചകരെ പറഞ്ഞു തരണം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുകയാണ്, ഖിയാറുക്കും, നിങ്ങളിലെ ഏറ്റവും ഉത്തമൻ എന്ന് പറഞ്ഞാൽ അല്ലദീന ഇദാ റൂ ദുകിറല്ലാഹു അസ്സ വജൽ, നിങ്ങൾ അവരെ കണ്ടാൽ നിങ്ങൾക്ക് അള്ളാഹുവിനെ ഓർമ്മ വരും. ഉണ്ട്, ചില മനുഷ്യരെ കണ്ടാലേ നമുക്ക് അള്ളാഹുവിനെ ഓർമ്മ വരും. ദുനിയാവിലെ ചില മനുഷ്യരെ കണ്ടാൽ നമുക്ക് ദുനിയാവിനെ കുറിച്ച ഓർമ്മ വരിക. ആ വണ്ടിയിൽ ഇങ്ങനെ വന്ന് ഇറങ്ങുമ്പോൾ, ഓ അങ്ങനത്തെ ഒരു വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ, ആ വസ്ത്രം ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനത്തെ ഒരു വസ്ത്രം ഉണ്ടായിരുന്നെങ്കിൽ, ദുനിയാവിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന ചില ആളുകൾ ഉണ്ടാവും. ഇതിനർത്ഥം നല്ല വാഹനം വാങ്ങണം അല്ലെങ്കിൽ നല്ല വസ്ത്രം ധരിക്കണ്ട എന്നൊന്നും അല്ല. ചില ആളുകളെ കണ്ടാൽ ദുനിയാവ ഓർമ്മ വരിക, ഓ നല്ല ബിസിനസ്സുകാരൻ തന്നെ എന്ന് തോന്നിയേക്കാം. മറ്റു ചിലരെ കണ്ടാൽ അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മ വരും. അത് ബിസിനസ്സുകാരൻ തന്നെ ആയിരിക്കും, പക്ഷെ അയാളെ കണ്ടാൽ അള്ളാഹിനെ കുറിച്ച് ഓർമ്മ വരും. ആ മനുഷ്യനുള്ള സദസ്സിൽ ഒരാളും തിന്മ പറയില്ല. ആളുകൾ ഭയക്കും തിന്മ പറയാൻ. മോശം വാക്കുകൾ സംസാരിക്കുമ്പോൾ ആ മനുഷ്യനെ കണ്ടാൽ വാ പൊത്തുന്ന ചില ആളുകളുണ്ട്. ആ മനുഷ്യനെ കാണുമ്പോൾ നമുക്കൊരു ഈമാനികമായ ഉണർവുണ്ടാവും. ആ മനുഷ്യന്റെ കൂടെ നിൽക്കുമ്പോൾ നമസ്കരിക്കാൻ പോകാൻ റെഡിയാണ്. ആ മനുഷ്യനെ കണ്ടാൽ അത് വെറും ഒരു വസ്ത്രവേഷ വിധാനങ്ങളെ കൊണ്ട് മാത്രമല്ല, അത് അതിൻ്റെ ഒരു അടയാളമാണ്. വസ്ത്രവേഷ വിധാനങ്ങൾ ഉണ്ടാവും. അതിനപ്പുറത്തേക്ക് നമ്മുടെ മനസ്സിൽ ചിലരെയൊക്കെ ഓർമ്മ വരുന്നുണ്ടാവും. അവരെ കണ്ടാൽ നമുക്കൊരു ഈമാനികമായ ഉണർവുണ്ടാവും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖിയാറുക്കും, നിങ്ങളിലെ ഉത്തമൻ അല്ലദീന ഇദാ റഊ ദുകിറല്ലാഹ്, അവരെ കണ്ടാൽ നിങ്ങൾക്ക് അള്ളാഹുവിനെ ഓർമ്മ വരും. അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരേറ്റവും ഉത്തമരാണെന്ന് പറഞ്ഞു. ആ ഉത്തമരായിട്ട് മാറാൻ നമുക്ക് പറ്റണം. നമ്മൾ ആലോചിക്കുക, എന്നെ കണ്ടാൽ ആളുകൾ എന്തായിരിക്കും ചിന്തിക്കുക? എന്നെ കണ്ടിട്ട് ഒരാൾ ഇതാണ് കേട്ടോ മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇവനാ, അവന്റെ കച്ചവടം അതാണ് മുസ്ലിം, അവന്റെ ക്വാളിറ്റി, അവന്റെ വസ്ത്രത്തിൽ, അവന്റെ പാൻറിൽ, അവന്റെ വസ്ത്രത്തിൽ, അവന്റെ സംസാരത്തിൽ, അവന്റെ നാവിൽ, അവന്റെ സാമ്പത്തിക ഇടപാടിൽ, അവന്റെ എല്ലാ വിഷയത്തിലും ഇതാകണം ഒരു മുസ്ലിം എന്ന് നമ്മെ പറ്റി പറയുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ഇടപാടുകൾ കണ്ടിട്ട് ആ പള്ളി പോണ ആളാണ് എന്നാലും കണ്ടില്ലേ എന്ന് പറയുന്നവരാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ഖൈറില്ലെന്ന ഈ രൂപത്തിലേക്ക് ഖൈറുള്ളവരായി നമ്മൾ മാറണം. ഇങ്ങനെ മാറിയാൽ നമ്മൾ പള്ളിയിൽ ഉണ്ടാവും, നമ്മൾ നമസ്കാരത്തിന് സൊഫിലുണ്ടാവും. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 7ാമത്തെ പോയിന്റ് സംസാരിക്കുന്നു. ഖിയാറുക്കും, നിങ്ങളിലെ ഉത്തമൻ എന്ന് പറഞ്ഞാൽ അല്യനുക്കും മനാകിബ ഫിസ്വലാത്തി, നമസ്കരിക്കുന്ന വേളയിൽ തോള് മയപ്പെടുത്തി കൊടുക്കുന്നവനാണ്. തോളുകൾ മയപ്പെടുത്തി കൊടുക്കുന്നവൻ ഖൈറുള്ളവനാണ് എന്ന് പറയുമ്പോൾ അതിലുള്ള അർത്ഥം എന്തെന്ന് വെച്ചാൽ, സൊഫുകളിൽ നമസ്കാരത്തിന് ചേർന്ന് നിൽക്കുമ്പോൾ തോളുകൾ പരസ്പരം തൊട്ട് ഉരുമ്മി നിൽക്കും. അവിടെ ഒന്നും മയപ്പെടുത്തി കൊടുക്കുന്നവൻ ഖൈറുള്ളവനാണ് എന്നാണ്. നമ്മുടെ സൊഫിന്റെ അവസ്ഥ ആലോചിച്ചു. ഇവിടുത്തെ എന്നല്ല പറഞ്ഞേ, നമ്മളൊക്കെ വ്യത്യസ്ത പള്ളികളിൽ നമസ്കരിക്കുന്നവരാണ്. നമ്മുടെ സൊഫിന്റെ അവസ്ഥ എന്താ? തോള് തട്ടാറേ അല്ല, എന്നിട്ടല്ലേ മയപ്പെടുത്തി കൊടുക്കൽ. പ്രിയപ്പെട്ടവരെ, സൊഫ് ശരിപ്പെടുത്തുക എന്നത് നമസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ്. സൊഫ് ശരിപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ശരിയായില്ല നമസ്കാരം എന്നാണ്. നമസ്കാരത്തിൽ ശരിയാവണോ സൊഫ് ശരിപ്പെടുത്തണമെന്നാണ്. പലപ്പോഴും എന്താ സംഭവിക്കുക? പലരും അഹംഭാവത്തോടു കൂടി നിൽക്കും.
ഒരാളുടെ കാലിനോട് ചേർത്ത് വെച്ചാൽ ആ കാല് വലിക്കും. എന്നിട്ട് ആ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആൾ പ്രയാസപ്പെട്ട് കാല് വീണ്ടും വീതി കൂട്ടി വെക്കും. അയാൾ ചുരുങ്ങി ചുരുങ്ങി നിൽക്കും. ചിലരിങ്ങനെ സ്വന്തം നിലക്ക് ചുരുങ്ങി മാത്രം നിൽക്കും. തൊട്ടടുത്ത് നിൽക്കുന്ന ആളുകളെ പരിഗണിക്കേയില്ല. പ്രിയപ്പെട്ടവരെ, ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച സൊഫിനെ കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സൊഫ് ചേർത്ത് വെച്ചാൽ അള്ളാഹു അവനോട് ബന്ധം ചേർത്തു എന്നാണ്. സൊഫിനെ ധിക്കരിച്ചുകൊണ്ട് സൊഫ് നമസ്കാരത്തിൽ മുറിച്ചാൽ അള്ളാഹു അവനോട് ബന്ധം മുറിച്ചു എന്നാണ്. എത്ര ഗൗരവമുള്ള വിഷയമാണ്. ഇതിലും പറഞ്ഞു എന്താ പറയുക, തോളുകൾ മയപ്പെടുത്തി കൊടുത്താൽ അതിൽ രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, സൊഫ് ശരിയാക്കുമ്പോൾ സഹകരിക്കുക. സൊഫ് ശരിയാക്കുമ്പോൾ ഒന്ന് ഒതുങ്ങി തോളുകൾ തട്ടിയുരുമ്പി നിൽക്കണം എന്നാണ്. അതേപോലെ തന്നെ പറഞ്ഞു, മറ്റുള്ളവർക്ക് സൊഫിൽ ഇടം നൽകുക. ഇത് ഞാൻ ഈ ഫാനിന്റെ ചുവട്ടിലെ നിൽക്കൂ, ഞാൻ ഈ AC-യുടെ ചുവട്ടിലെ നിൽക്കൂ എന്നല്ല, സൊഫിൽ കൃത്യമായി ഇസ്ലാം പറഞ്ഞ രൂപത്തിൽ നിൽക്കുക എന്നതാണ്. അവിടെ തോളുകൾ മയപ്പെടുത്തി കൊടുക്കാൻ കഴിഞ്ഞാൽ അവൻ ഖൈറുള്ളവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. എട്ടാമത്തെ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുകയാണ്, ഖൈറുന്നാസി അൻഫഉഹും ലിന്നാസി. ജനങ്ങൾക്ക് ഉപകാരിയായൊരു മനുഷ്യൻ, ജനങ്ങൾക്ക് ഉപകാരിയായൊരു മനുഷ്യൻ, ജനങ്ങൾക്ക് നന്മ ചെയ്യുന്ന ഒരു മനുഷ്യൻ, അവൻ ഏറ്റവും ഖൈറുള്ളവനാണ്. ഇവിടെ നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട വിഷയം എന്തറിയോ, ഇവിടെ ഖൈറുന്നാസ് എന്നാ പറഞ്ഞേ, ജനങ്ങൾക്ക് എന്നാ പറഞ്ഞേ. അവിടെ എന്ത് പറഞ്ഞിട്ടില്ല? ലിൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞിട്ടില്ല, ലിൽ മുഅ്മിനീൻ എന്ന് പോലും പറഞ്ഞിട്ടില്ല. ജനങ്ങൾ ആരായാലും, അവൻ ഏത് മതവിശ്വാസിയാണെങ്കിലും അവനൊരു എളുപ്പം നമ്മൾ ചെയ്തു കൊടുത്താൽ, അത് സാമ്പത്തിക വിഷയത്തിലുള്ള നമ്മുടെ സമ്പത്ത് കൊണ്ടുള്ള ഒരു എളുപ്പം ചെയ്തു കൊടുക്കലാവാം, നമ്മുടെ ശരീരം കൊണ്ട് ചെയ്തു കൊടുക്കാവുന്നതാകാം, ഉദാഹരണങ്ങളില്ലാതെ പറഞ്ഞാൽ. അതേപോലെ തന്നെ നമ്മുടെ അധികാര പരിധിയിൽ നിന്ന് നമുക്ക് ചില നന്മകൾ ചെയ്തു കൊടുക്കാൻ കഴിയും. പോട്ടെ, ഒരു വാക്കുകൊണ്ടൊരു നന്മ, ഒരു പക്ഷേ പ്രയാസപ്പെട്ട് നിൽക്കുന്ന ആളോട് സാരമില്ല, ശരിയാകും എന്ന് ഒരു വാക്കുകൊണ്ടെങ്കിലും നമുക്കൊരു മറ്റൊരു മനുഷ്യനെ, വിശ്വാസിയെ എന്നല്ല, ഒരു മനുഷ്യനെ ചേർത്ത് നിർത്താൻ കഴിഞ്ഞാൽ അവൻ ഖൈറുള്ളവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നുണ്ട്. വേറെയും ചില വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഭക്ഷണം കൊടുക്കുന്ന ആളുകൾ, സലാം മടക്കുന്ന ആളുകൾ, ധാർമ്മിക വിശുദ്ധി പുലർത്തുന്നവർ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങിത്തിരിച്ചവർ, ഇവരൊക്കെ ഖൈറുള്ളവരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം ഈ ഖൈറുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഉണ്ടാവണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.